അടുത്ത കാലത്തായിട്ട് ഇമാം ഉസ്താദിന്റെ സ്വഭാവം ഒരുപാട് മാറിയിട്ടുണ്ട്. ഹക്കീം ഉസ്താദിനെ കണ്ടുപഠിച്ചതാണ്. നിങ്ങൾക്ക് അങ്ങനെ പഠിക്കണമെന്ന് അതിന്റെ പ്രസംഗത്തിന്റെ തുടർച്ചയായി ഞാൻ പറയും. എനിക്ക് ഈ വിദ്യാർത്ഥികളോട് അല്ലെങ്കിൽ പണ്ഡിതന്മാരോട് കാര്യമായ ഉപദേശങ്ങളൊന്നും നടത്താനില്ല. എപ്പോഴും കാണുമ്പോൾ പറയുന്ന സംഗതികളാണ്. ആവർത്തന വിരസത എന്നുള്ളത് എല്ലാവർക്കും അനുഭവപ്പെടുന്ന ഒരു പ്രതിഭാസമാണ്. അതുകൊണ്ട് തന്നെ പ്രസംഗിക്കാൻ ഞാൻ തീരെ ആഗ്രഹിച്ചതല്ല. ഒറ്റ കാര്യം ഞാൻ പറയുന്നു, നമ്മുടെ പ്രസ്ഥാനത്തിൽ ഏറ്റവും വലിയ ഒരു വിഷണറി ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയാണ് ഹക്കീം ഉസ്താദ്. കാരണം ഈ പരന്നു കിടക്കുന്ന ഈ പാവങ്ങള്, നമ്മുടെ ആശയങ്ങൾ എത്താത്ത ഈ സമൂഹത്തിൽ ചെന്ന് നമ്മളെ കൊണ്ട് കഴിയുന്നത് എന്തെങ്കിലും ഒന്ന് ചെയ്യുക എന്നുള്ള ഒരു ചിന്താഗതി ഹക്കീം ഉസ്താദിന്റെ മനസ്സിലല്ലാതെ ഈ പ്രസ്ഥാനത്തിൽ ഒരാളുടെ മനസ്സിലും വന്നിട്ടില്ല എന്നുള്ളത് ഒരു തികഞ്ഞ സത്യമാണ്. ഇന്നലത്തെ പ്രസംഗിച്ചപ്പോൾ ഞാൻ ചിന്തിച്ചതല്ല, കേരളത്തില് 50ഓളം ദേവാ കോളേജുകളിൽ ഇത്തരം ഒരു മൂവ്മെന്റ് വരികയാണെങ്കിൽ ഇന്ത്യ നന്നാകാൻ ഇനി വേറെ എങ്ങോട്ടും പോകേണ്ട ആവശ്യമില്ല. പക്ഷെ എല്ലാവരും സ്റ്റേജ് കെട്ടി പ്രസംഗിക്കാൻ അവസരം കാത്തിരിക്കുകയും പേപ്പർ താളുകൾ സ്വന്തം പേരുകൾ കൊണ്ട് നിറയ്ക്കാനുള്ള അവസരം കാത്തിരിക്കുന്ന ഒരു വല്ലാത്ത കുടുസായ ഒരു പ്രതിഭാസത്തിനിടയിൽ ആരും അറിയാത്ത മേഖലകളിൽ ചെന്ന് നമ്മുടെ ഈ പ്രബോധന വൃന്ദത്തെ ഏർപ്പെടുത്തി അവിടെ ശക്തമായ സ്വാധീനം സൃഷ്ടിച്ച് ഒരു ദീനി ചലനം ഉണ്ടാക്കാൻ ചിന്തിക്കുന്ന ഏക വ്യക്തിയുടെ അനുയായികൾ എന്ന നിലക്ക് നിങ്ങളുടെ മേലിൽ ശക്തമായ ഒരു ബാധ്യതയുണ്ട് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ബാധ്യത എത്രത്തോളം ഉണ്ട്, അതെങ്ങനെയാണ് നിർവഹിക്കേണ്ടത് എന്ന് എന്നെക്കാളുപരി കൂടുതൽ നിങ്ങൾക്കറിയും. ഞാൻ അതിലേക്കൊരു ക്ലൂ മാത്രം തരികയാണ്. അതുകൊണ്ട് ആ ഒരു ശക്തമായ ബോധം നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിൽ വേണം. നാം പ്രവർത്തിക്കുന്നത് നേരത്തെ അലി ഉസ്താദിന്റെ മൂജസായ കലാമിൽ വന്നതുപോലെ നാം പ്രവർത്തിക്കുന്നത് സ്റ്റേജ് കെട്ടി പ്രസംഗിക്കാനോ അല്ലെങ്കിൽ പേപ്പർ താളുകൾ നിറക്കാനോ ഇതിനൊന്നും വേണ്ടിയല്ല. മറിച്ച് ഹക്കീം ഉസ്താദ് ചിന്തിക്കുന്ന ഒരു ചിന്ത, ഈ ആശയം എത്തിപ്പെടാത്ത ഈ സമൂഹത്തിൽ വളരെ മൈന്യൂട്ടായിട്ടുള്ള റിമോട്ടായിട്ടുള്ള ഏരിയയിൽ പോയി നമ്മുടെ ഈ ആശയം പ്രചരിപ്പിക്കാനുള്ള ഒരു വ്യതിരക്തമായ ചിന്താഗതിക്ക് 100% സപ്പോർട്ട് നിങ്ങൾ നൽകുന്നുണ്ട്. ഇനിയും നൽകണമെന്ന് വിനീതമായി അപേക്ഷിക്കുകയാണ്. മറ്റൊന്ന് പറയാനുള്ളത്, ഇന്നലെ ഹക്കീം ഉസ്താദ് ഓർഡർ ചെയ്ത ഒരൊറ്റ സംഭവമേ ഉള്ളൂ, എല്ലാവരും JRF പരീക്ഷ എഴുതണം. ഞാൻ JRF പരീക്ഷ എഴുതണം എന്ന് മാത്രം പറയുന്നില്ല, പക്ഷെ നിങ്ങളുടെ പേരിന്റെ ഒക്കെ മുമ്പിൽ ഒരു പ്രിഫിക്സ് ആവശ്യമാണ്. നമുക്ക് സോഷ്യൽ സയൻസ് റിസർച്ചില് വ്യക്തികളെ അളക്കാനുള്ള ചില സ്കെയിലുകളുണ്ട്. അപ്പോൾ ഹക്കീം ഉസ്താദ് നമ്മളൊന്ന് സ്കെയിൽ വെച്ച് അളന്നു. അപ്പൊ ഹക്കീം ഉസ്താദിന്റെ ഡോക്ടറേറ്റിന്റെ മുമ്പുള്ള പീരീഡും ഡോക്ടറേറ്റിന് ശേഷമുള്ള പീരീഡും തമ്മിൽ ശക്തമായ അന്തരമുണ്ട്. അപ്പൊ ആ ഡോക്ടർ എന്നുള്ള ഒരു പേരിന് ശക്തമായ സ്വാധീനം ഈ സമൂഹത്തിലുണ്ട്. നേരത്തെ ഹക്കീം ഉസ്താദ് പറഞ്ഞതുപോലെ റൂളുകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോ നിങ്ങൾക്ക് നമ്മുടെ റാഷിദിന് JRF നഷ്ടപ്പെട്ടത് 3 മാർക്കിന്. അപ്പോ ശക്തമായ ഒരു കോമ്പറ്റീഷനില് സമൂഹം വളർന്നുകൊണ്ടിരിക്കുന്ന ഈ അവസ്ഥയിൽ നിങ്ങളുടെ ഈ വിദ്യാർത്ഥി പീരീഡിൽ ഇത്തരം കാര്യങ്ങളെ കുറിച്ച് ചിന്തിച്ചില്ല എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഒരു 20-25 വർഷം അന്ന് നിങ്ങൾ മധ്യവയസ്കരും സമൂഹത്തിലെ നിങ്ങൾ അഭിമുഖീകരിക്കുന്ന സമൂഹത്തിലെ ഒരുപക്ഷെ മേലാളന്മാരോ അല്ലെങ്കിൽ അവിടെ ഒരു മിഡിൽ ഏജ് വർഗമായിരിക്കും. അന്ന് നിങ്ങൾക്ക് മുമ്പിലോ ശേഷമോ ഒരു സമൂഹത്തിൽ അംഗീകരിക്കപ്പെടുന്ന ഒരു പേരില്ല എന്നുണ്ടെങ്കിൽ നാം ഖേദിക്കേണ്ടി വരും. ഇവിടെ നിന്ന് വലിയ വലിയ റെക്കോർഡുകളും വലിയ വലിയ അഭ്യാസങ്ങളൊക്കെ ചെയ്തു പോയവര് തന്റെ തട്ടകത്തിൽ മാത്രം ഒതുങ്ങിക്കൂടുന്ന ഒരു വിരോധാഭാസം നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പ്രത്യേകിച്ചും വിദ്യാർത്ഥികളോട് അല്ലെങ്കിൽ പണ്ഡിതന്മാരോട് ഓർമ്മപ്പെടുത്താനുള്ളത്, ഒരൊറ്റ വിദ്യാർത്ഥിയും തന്റെ പഠന കാലഘട്ടത്തിൽ ആർജിച്ചെടുത്ത കഴിവുകളെ കൊല്ലുന്ന, അതിനെ മാറ്റിവെക്കുന്ന ഒരവസ്ഥ നിങ്ങൾക്ക് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. ഇവിടെ നിന്ന് ആർജിച്ച ഒരുപാട് കഴിവുകൾ നിങ്ങളെ ഏകദേശം എല്ലാവരും നമുക്ക് പരിചയമുണ്ടല്ലോ. ആ കഴിവുകളൊക്കെ പയറ്റുക എന്നുള്ളതല്ല, ആ കഴിവുകളുടെ അങ്ങേപ്പുറം ചിന്തിച്ച് അതിലൂടെ മുന്നോട്ട് പോകാനുള്ള ഒരു പ്രതിഭ, ഒരു ശക്തി നിങ്ങൾ ആർജിച്ചെടുക്കണം. അതിന് JRF എടുക്കാം, നിങ്ങൾക്ക് നെറ്റ് എടുക്കാം, യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർമാരാകാം. ബാംഗ്ലൂരിലെ യൂണിവേഴ്സിറ്റിയിൽ IIT-യിലെ പ്രൊഫസർ ആയിക്കൊണ്ട് തന്നെ ബാംഗ്ലൂർ ഇസ്ലാമിക് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷനിൽ ക്ലാസ് എടുക്കാവുന്നതാണ്. കൊൽക്കത്തയിലെ നാഷണൽ യൂണിവേഴ്സിറ്റിയിലോ ലൈബ്രറിയിലോ
പ്രൊഫസറായിക്കൊണ്ട് തന്നെ അവിടുത്തെ ദേവാ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാവുന്നതാണ്. ഇങ്ങനെ എല്ലായിടത്തും നൽകാവുന്നതാണ്. ഞാൻ നിങ്ങളോട് എപ്പോഴും പറയുന്നതാണ്, നമുക്കറിയാം, ഞാൻ ആ നോട്ടീസ് ബോർഡിൽ കുറച്ച് വെബ്സൈറ്റിന്റെ പേരിട്ടിട്ടുണ്ട്. ആ വെബ്സൈറ്റ് എല്ലാവരും നോട്ട് ചെയ്യണം. എന്ന് പറഞ്ഞാൽ ലോകത്ത് ആയിരക്കണക്കിന് കോൺഫറൻസുകൾ ഓരോ ദിവസവും നടക്കുന്നുണ്ട്. ഈ കോൺഫറൻസുകളിലൊക്കെ നമ്മുടെ വിദ്യാർത്ഥികൾ ഒരാൾ പോലും ഇതുവരെ പങ്കെടുത്തിട്ടില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. കോൺഫറൻസുകളിൽ നമ്മൾ റിസർച്ച് പേപ്പറുടെ അബ്സ്ട്രാക്ട് സമർപ്പിക്കുക, അവർ നമ്മളെ ഇൻവൈറ്റ് ചെയ്യും. ചിലപ്പോൾ ഫ്രീ ആയിട്ട് നമുക്ക് പോയിട്ട് അവിടെ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കണം. ഇങ്ങനെ ഒരു അന്താരാഷ്ട്ര പേഴ്സണാലിറ്റി ആയിട്ട് നിങ്ങളിൽ നിന്ന് പലരും ഉയർന്നു വരണം എന്നുള്ളത് കൂടി ഈ സ്ഥാപനത്തിന്റെ ഉദ്ദേശമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. APJ അബ്ദുൽ കലാം, അയാള് റെസ്റ്റ് ഇല്ലാതെ ഈ 75-ാം വയസ്സിലും ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ എപ്പോഴും പറയുന്ന ഒരാളാണ്. അതുപോലത്തെ ചില വ്യക്തിത്വങ്ങൾ നമ്മുടെ ഈ സമൂഹത്തിൽ ഇതുവരെ ഉയർന്നു വന്നിട്ടില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം, ആ യാഥാർത്ഥ്യത്തെ, ആ വിടവിനെ നികത്താനുള്ള ഒരു ഉത്തരവാദിത്വം നമുക്ക് എല്ലാവർക്കും ഉണ്ട് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. അപ്പോൾ ഫീൽഡ് വർക്ക് എന്നുള്ള ലോവർ ക്രസ്റ്റിലേക്കുള്ള ഫീൽഡ് വർക്കിൽ നാം ബഹുദൂരം മുന്നോട്ട് പോകുന്നുണ്ടെങ്കിലും അപ്പർ ക്രസ്റ്റ് എന്ന് പറയുന്ന ദേവ തീരെത്താത്തൊരു സമൂഹം ഇവിടെ ദേവയ്ക്ക് വേണ്ടിയിട്ട് യാചിച്ച് നടക്കുന്നുണ്ട് എന്നുള്ളൊരു ബോധം അത് നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിൽ വേണം. അതിന് പറ്റിയ ഒരു സമൂഹം എൻ്റെ മുമ്പിൽ ഇരിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു വസ്തുതയാണ്. ഈ വസ്തുത നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഈ അപ്പർ ക്രസ്റ്റിനെ പ്രതിനിധീകരിക്കാനുള്ള, ഞാൻ പറയാറുണ്ടല്ലോ, ഓറിയന്റലിസം ലോകത്ത് ശക്തമായ സ്വാധീനം ചെലുത്തി. മുസ്ലിം പണ്ഡിതന്മാർ ആരും അതിനെതിരെ ഇതുവരെ പ്രതികരിക്കാൻ നമുക്കാർക്കും ആർജവം ഉണ്ടായിട്ടില്ല. അത്തരം ഒരു യുവ പണ്ഡിത നിര കൂടി നമ്മുടെ ഈ നൂറാനികളിൽ നിന്ന് ഉയർന്നു വന്നുകൊണ്ട് സമൂഹത്തിന്റെ മൊത്തം തലത്തിൽ ഈ ദേവയുടെ ചൈതന്യം എത്തിപ്പെടുത്താനുള്ള ശ്രമം നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം എന്ന് നിർദ്ദേശിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി.